ഇന്നത്തെ ഒരു വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. കാരണം ജലദോഷം പിടിച്ചിട്ട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ കാണാം. ഇന്ന് രാവിലെ തന്നെ കറിവേപ്പില കുറച്ച് നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയപ്പോൾ അത് പിച്ചി ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലാക്കി വെക്കുകയാണ്. ഇപ്പോൾ ജലദോഷം ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ഇതിന്മേൽ പണിയെടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഇതുപോലെ ഇല്ലയാക്കി എടുത്ത് അടച്ചു വെക്കുകയാണ്. അല്ലെങ്കിൽ കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ടൊക്കെയാണ് വെക്കുക. പിന്നെ ഇന്നത്തെ കുക്കിങ്ങും വളരെ സിമ്പിളായിട്ടാണ് ചെയ്യാൻ പോണത്. കാരണം ഞാൻ ഒന്നട വിട്ടാണ് ഇപ്പോൾ വീട്ടിലുണ്ടാവുള്ളൂ. ഒരു ദിവസം നമ്മൾ ഡയാലിസിസ് സെൻറ്ററിലായിരിക്കും, ഒരു ദിവസം നമുക്ക് റെസ്റ്റുമാണ്. അപ്പോൾ ആ ഒരു റെസ്റ്റുള്ള ദിവസം നമുക്ക് കുറേ ജോലികളുണ്ടാവും. അങ്ങനെയൊക്കെ തിരക്കാണെങ്കിലും യൂട്യൂബിനെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. കാരണം വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ സമയം വൈകുന്നതിനനുസരിച്ച് നമ്മൾ ചാനലിൽ റീച്ച് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ എനിക്ക് കിട്ടുന്ന വീഡിയോ ഒക്കെ പറ്റുന്ന സമയത്തൊക്കെ അപ്ലോഡ് ചെയ്തിടുകയാണ് കേട്ടോ. അപ്പം കൂടുതൽ വീഡിയോയിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ട, ചെറിയൊരു വീഡിയോ ആണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോവാത്ത ദിവസമാണ് നമ്മൾ മീൻകറിയും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. കാരണം നമുക്ക് ഫുഡൊക്കെ അവിടെ തന്നെ ഉള്ളതുകൊണ്ട് ഫുഡൊന്നും ഉണ്ടാക്കി കൊണ്ടുപോകണ്ട. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ വിടാൻ വേണ്ടിയുള്ള തിരക്കിൽ ഉണ്ടാക്കുകയുള്ളൂ. ഈ ഫ്രീ ഉള്ള ആ ഒരു ദിവസം നമ്മൾ മീൻകറി ആയാലും ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന തിരക്കായിരിക്കും. അപ്പോൾ ഇന്നലെ നമ്മൾ പോയി വരുന്ന സമയത്ത് നമുക്ക് അയല വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വെക്കലും പൊരിക്കലും ഒക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ സെൻറ്ററിൽ പോകുമ്പോഴുള്ള അനുഭവവും കാര്യങ്ങളൊക്കെ വലിയൊരു സ്റ്റോറിയാക്കി തന്നെ നമുക്ക് പറയാനൊക്കെ ഉണ്ട് കേട്ടോ. 2.5 വയസ്സ് മുതൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തവരും 25 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരും അങ്ങനെ കുറേ ആളുകൾ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കുറേ ഫ്രണ്ട്സുകളുണ്ട് ഇപ്പോൾ. ഒരുപാട് ആൾക്കാർ, പ്രായമായവരും പ്രായമില്ലാത്തവരൊക്കെ ആയിട്ട് അവിടെ നിന്നുള്ള കുറേ ആളുകളുണ്ട്. അവരൊക്കെ നമുക്ക് മനസ്സിന് തരുന്ന ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ നമ്മുടെ മീൻകറിയിൽ ഉലുവ പൊടിച്ചതും വലിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലാണ് ഇത് വഴന്ന് വരുന്ന സമയത്ത്. മീൻ പൊരിക്കുന്നതിലായാലും നമ്മൾ അതുപോലെ ആ ഒരു ഉലുവപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതിനിടയിൽ ഇതാ മത്തന് ഞാൻ വെള്ളം കുറച്ച് ഉപ്പും പച്ചമുളകും മത്തനും കൂടെ ഇട്ടിട്ട് വിസിലടുപ്പിച്ച് ഇടുകയാണ്. പിന്നെ നമുക്ക് കടുവറുത്ത് കൊടുത്താൽ മതി. എൻ്റെ കുക്കിംഗ് ഒന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമല്ല കേട്ടോ. ഞാനൊരു വീഡിയോ ഇടുമ്പോൾ അതിന് സംസാരിക്കുന്നതെന്ന് മാത്രം, അല്ലാതെ ഇത് വലിയ സംഭവ വീഡിയോ ഒന്നും ആയിട്ടല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ കഴിയുന്നു. ഇനി കുറച്ചൊക്കെ കഴിയുമ്പോൾ നമ്മളൊന്നും കൂടെ ഫ്രീ ആയി തോന്നും. അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ചെറിയ ഉള്ളി, മുളക് പൊടി, വലിയ ജീരകപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്, വിനാഗിരി ഇതാണ് ചേർത്തിട്ടുള്ളത്. വിനാഗിരിക്ക് പകരം നമ്മൾ പുളിവെള്ളം ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. ഇങ്ങനെ മസാല തേച്ച് വെച്ചതിന് മുകളിൽ നമ്മൾ ആ കറിവേപ്പില ഇട്ടിട്ട് പൊരിച്ചെടുക്കും. ആ കറിവേപ്പിലയുടെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ അതിൽ വരും. പിന്നെ നമ്മൾ തുടങ്ങിയ നമ്മുടെ പാട്ടിൻ്റെ ഒരു ചാനൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, സെയിൻ ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു ചാനൽ. അപ്പോൾ നമ്മളെ പാട്ടുകൾ അൽഹംദുലില്ലാ നല്ല ഉഷാറായിട്ട് കയറി ചാനൽ റീച്ചായി വരുന്നുണ്ട്. ഒരുപാട് കുട്ടികളായാലും പാടാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പുതിയ ഒരാൾ പാടാൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പാടാനൊക്കെ ആഗ്രഹമുള്ള നല്ല പാടുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ചാനലിലുണ്ടല്ലോ, അത് എടുത്തിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാട്ട് ഇതേപോലെ കൊടുക്കും. സ്റ്റുഡിയോയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്കും. അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ സെയിൻ ക്രിയേഷനും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മീൻ പൊരിക്കുന്ന സ്മെല്ല് കേട്ട് ഇബ്രു ഓടി എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവർക്ക്, അതിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ ഇവർക്ക് വേവിച്ച് കൊടുക്കും. പക്ഷെ എന്നാലും ഇവർക്ക് മീൻ പൊരിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഓടി വരും. പുറത്ത് എവിടെയാണെങ്കിലും ഇവിടെ ഓടിയെത്തും. പക്ഷെ ഇവർക്ക് പൊരിച്ച മീനൊന്നും കൊടുക്കാൻ പറ്റൂല കേട്ടോ. ഉപ്പ് ചേർത്ത ഭക്ഷണമൊന്നും നമ്മൾ കൊടുക്കാറില്ല. വെറും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് വേവിച്ചിട്ടാണ് കൊടുക്കുന്നത്. ആൾ ഈ ചെടിയുടെ ഇടയിലൂടെ ഒക്കെ ഓടിയിട്ട് എൻ്റെ ചട്ടി 2 പൊട്ടിച്ചു. അന്ന് കുറേ ചീത്തയൊക്കെ കിട്ടി എൻ്റെ അടുത്തുനിന്ന്. അതിനുശേഷം കുറച്ച് നല്ലവനായി എൻ്റെ മുന്നിൽ അഭിനയിക്കുക കേട്ടോ. ഇപ്പോൾ പുറത്ത് നല്ല ചൂടാണ് കേട്ടോ. ഇത് നമ്മുടെ ഹൈബ്രിഡ് ആന്തൂറിയാണ്. അതിൻ്റെ പൂവൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വാടി നിൽക്കുകയാണ്. വെള്ളം നനച്ചു കൊടുത്തിട്ടുണ്ട്.
പിന്നെ കണ്ടില്ലേ ജനലിൻ്റെ കർട്ടൻ താഴ്ത്തിയിട്ടൂടെ അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ആ ഒരു വെയിലിൻ്റെ ശക്തി തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ജോലി തിരക്കൊക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിടത്താണ് ഇപ്പോൾ ഭയങ്കര ഹോബി. കാരണം കിടന്നുറങ്ങുന്നത് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ സുണ്ണാമണി ഇങ്ങോട്ട് കൊണ്ടുവന്ന കേട്ടോ. അവനിങ്ങനെ പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. കുഞ്ഞു കുട്ടിയാണ്. ഈ പ്രാവശ്യം ഒരു ബേബി ഉണ്ടായിട്ടുള്ളൂ. ആ കാരണം കൊണ്ട് ഇവന് ഇഷ്ടം പോലെ പാല് കുടിക്കാൻ കിട്ടുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവന് വലിയ ആളായി. ബെഡിൻ്റെ സൈഡിലിടുന്ന ഈ ഒരു മാറ്റ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഉറങ്ങുന്ന നേരം കൂടെ കൊണ്ടുവന്ന് കെടുത്തിയാൽ നമ്മളെ പുതപ്പിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോവും. ഇപ്പോൾ പുറത്ത് വിട്ടിപ്പോൾ നമ്മുടെ ഗ്രില്ലുമ്മലൊക്കെ നമ്മൾ ഇതുപോലെ നെറ്റ് കെട്ടിയിരിക്കുകയാണ്. അവർ അകത്തേക്ക് കയറാതെ കളിച്ച് നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്ര കാര്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കാം കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.